നമുക്ക് മെട്രോ പോലുള്ള ഫെസിലിറ്റികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും കാറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടാത്തൊരു സ്ഥിതി ഉണ്ടാവണം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ട അടിസ്ഥാന സൗകര്യം. എല്ലാ ആളുകൾക്കും കാറുമായിട്ട് ഇറങ്ങാൻ, പ്രത്യേകിച്ച് ഇനി ഓരോ വർഷം കഴിയും തോറും ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ ആളും കാറുള്ള അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഉടമയായിട്ട് പുറത്തിറങ്ങുമ്പോൾ കോഴിക്കോട് എത്ര കാറുകൾ പുറത്തിറങ്ങുമെന്നും അതിന് പറ്റുന്ന രീതിയിൽ റോഡുകളുടെ വീതി കൂട്ടുക നമുക്ക് അസാധ്യമാണ്. ഓരോ വർഷവും റോഡിൻ്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഗതാഗത സംവിധാനങ്ങൾ കാറുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം പൊതുഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അത് വേണ്ടത്ര വളരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ട്രെയിൻ ഗതാഗതത്തെ നമ്മൾ കുറച്ചു കാലം വിസ്മരിച്ച് കിടക്കുകയായിരുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട്. പക്ഷേ നല്ല സ്പീഡുള്ള ട്രെയിൻ വരികയും നമുക്ക് സൗകര്യത്തിന് ഇറങ്ങാനും വിശ്രമിക്കാനും കഴിയുന്ന നല്ല റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പം ആളുകൾ കൂടുതൽ ട്രെയിനെ ഉപയോഗിച്ച് തുടങ്ങും. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലരും ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തേക്കൊക്കെ വരുമ്പോൾ ചോദിക്കും എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പം ആ ഹൈസ്പീഡ് ട്രെയിനിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ സൗകര്യപ്രദമായി. അപ്പോൾ നമുക്ക് കേരളത്തിലും നല്ല വേഗത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ, നഗരത്തിനകത്തൂടെയുള്ള ഏറ്റവും കൺവീനിയൻ്റായ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വികസിത നാടുകളിലെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ദുബായിൽ നിങ്ങൾക്കറിയാം, ദുബായിൽ ഓരോ ആളും കാറും എടുത്ത് പുറത്തിറങ്ങുന്ന ആദ്യകാല സാഹചര്യങ്ങളിൽ നിന്ന് മാറി പബ്ലിക് ട്രാൻസ്പോർട്ടിന് പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ റെയിൽവേ സംവിധാനങ്ങൾ അതിവേഗം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്പീഡ് ട്രെയിനുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ലോകത്തിൻ്റെ ഭാവി എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ പട്ടണങ്ങളിൽ, യൂറോപ്യൻ പട്ടണങ്ങളിൽ, അമേരിക്കൻ പട്ടണങ്ങളിലൊക്കെ കൂടുതലും, പ്രത്യേകിച്ച് യൂറോപ്പിൽ എല്ലാ പട്ടണങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും ശക്തമാകുമ്പോൾ നഗരഹൃദയത്തിലേക്ക് നമുക്ക് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ട്രാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി 100-200 മീറ്റർ ഇടവിട്ട് ഇത്തരം സ്റ്റേഷനുകളൂടെ ഉണ്ടാവും. നമുക്ക് നടന്ന് ഷോപ്പിങ്ങിന് വരാം, പുകയേൽക്കാതെ, ക്ഷീണമില്ലാതെ, നല്ല ഓക്സിജൻ ശ്വസിച്ച്, കൂട്ടുകാരോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത്, കുടുംബാംഗങ്ങളോടൊപ്പം നടന്ന് ഷോപ്പിംഗ് നടത്താം, ഭക്ഷണം കഴിക്കാം. ഒരു സാംസ്കാരിക അനുഭവമായിട്ട് ഒരു നഗരജീവിതം മാറുന്നത് അങ്ങനെയാണ്. കൂടുതൽ കാറുകൾ വരികയും കൂടുതൽ സ്വന്തം വാഹനങ്ങൾ വരികയും ചെയ്യുമ്പോൾ കൂടുതൽ നരകമായി നഗരങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നഗരങ്ങൾ മാറുമ്പോൾ തീർച്ചയായും കൂടുതൽ ആസ്വാദ്യമാകും. ഇപ്പോൾ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന നാളുകളിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉണ്ടാവും.